പൊരിച്ച ചിക്കൻ ബിരിയാണി വെക്കാനൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? എങ്കിലും ഈ പെരുന്നാളായിട്ട് എൻ്റെ സ്റ്റൈലിൽ നല്ല ടേസ്റ്റി ആയിട്ടൊരു ചിക്കൻ ബിരിയാണി അങ്ങ് വെച്ചാലോ? അപ്പം നിങ്ങൾ പെരുന്നാളിന് ബിരിയാണി വെക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ വെച്ചോളൂ കേട്ടോ. നല്ല പെർഫെക്റ്റാണ്, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ചിക്കൻ പൊരിച്ചിട്ടല്ലേ ഈ ബിരിയാണി വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നമുക്ക് ചിക്കനിലേക്ക് മസാലപ്പൊടികളൊക്കെ തേച്ച് വെക്കണം. അപ്പോൾ ചിക്കൻ നന്നായിട്ട് കഴുകി വെള്ളം പോയതിന് ശേഷം വേണം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് തൈരും കൂടി ഒഴിച്ച് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്പി ഒരു 1/2 മണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കാം. അപ്പോൾ ചിക്കനിൽ മസാലയൊക്കെ പിടിച്ച് കിട്ടുവേ. ഈ സമയം കൊണ്ട് നമുക്ക് സവോള അരിഞ്ഞെടുക്കണം. ഞാനൊരു 5-6 സവോള, വലിയ സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മളൊരു 5 സവോളെങ്കിലും ഇതുപോലെ എണ്ണയിലിട്ട് വറുത്ത് കോരി വെക്കണം. ഈ വറുത്ത സവോള ഇട്ടിട്ടാണ് നമ്മൾ ബിരിയാണി വെക്കുന്നത്. അതാണ് ഈ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ കുറച്ച് നട്ട്സും കിസ്മിസും ഒക്കെ വറുത്ത് കോരി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ചിക്കനും ഒന്ന് പൊരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചോറൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ കൈമാ റൈസാണ് എടുത്തിട്ടുള്ളത്. കൈമാ റൈസ് ആവശ്യത്തിനെടുത്ത് അളന്നെടുത്തിട്ട് നമ്മളിതാ വെള്ളത്തിലൊന്ന് കഴുകിയിട്ട് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റെങ്കിലും സോക്കായി കിട്ടട്ടെ. എന്നിട്ട് ഇതാ ഇതുപോലെ നെയ്ച്ചോറ് പോലെ വറ്റിച്ചെടുക്കണം. നമ്മൾ ഈ സവോളയൊക്കെ വയറ്റുന്ന ആ നെയ്യിലേക്ക് അരി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുത്തിട്ട് വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഒരു കപ്പ് അരിക്ക് ഒരു 1.25 പാത്രം വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും നാരങ്ങ പിഴിഞ്ഞൊഴിച്ചതും എന്നിട്ട് ആ നാരങ്ങ തൊണ്ടോടുകൂടി അങ്ങ് ഇട്ട് കൊടുത്ത് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ചോറ് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ നെയ്ച്ചോറ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണിയിലേക്ക് വേണ്ടുന്ന മസാല തയ്യാറാക്കാം. അതിനായിട്ട് ബിരിയാണി വയ്ക്കുന്ന പാത്രത്തിലേക്ക് നമ്മൾ ചിക്കൻ പൊരിച്ച എണ്ണയില്ലേ അത് ഒഴിച്ച് കൊടുത്തു. കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ എല്ലാ സ്പൈസസും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 2-3 ടേബിൾ സ്പൂൺ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് അരിഞ്ഞതും കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ഒരു വലിയ സവോള കട്ട് ചെയ്തതെല്ലാമായിട്ട് വഴറ്റിയെടുത്തു. ഇനി പൊടികളായിട്ട് കുരുമുളക് പൊടിയും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നമ്മൾ ഇതിലേക്ക് തക്കാളി അരിഞ്ഞത് ഒരു 2 പഴുത്ത തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചധികം തന്നെ പുതിനയിലയും മല്ലിയിലയും കട്ട് ചെയ്തത് നമ്മൾ പൊരിച്ച് വെച്ച സവോളയില്ലേ അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക കേട്ടോ. പൊരിച്ച ചിക്കൻ ആ എണ്ണയോടുകൂടി തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല പുളിയുള്ള തൈര് ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നെയ്യൊക്കെ ചേർത്ത് നമ്മുടെ മസാല റെഡിയായി കിട്ടി. അതിൻ്റെ മുകളിലായിട്ട് ചോറിട്ട് ദം ചെയ്തെടുക്കാം. ഞാൻ 2 ലെയറായിട്ട് ചോറിട്ട് ദം ചെയ്തെടുക്കുകയാണ്. മഞ്ഞൾ പാലിൽ കലക്കിയ വെള്ളമാണ് കേട്ടോ ആ കളറിന് ഒഴിച്ച് കൊടുത്തത്. പിന്നെ കുറച്ചധികം തന്നെ നെയ്യ്, പിന്നെ നമ്മൾ ആ ചിക്കൻ പൊരിച്ച എണ്ണ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പൊരിച്ച് വെച്ച സവോളയും നട്ട്സും കിസ്മിസും മല്ലിയിലയും പുതിനയിലയും ഒക്കെ ഇട്ട് ഒരു 20-25 മിനിറ്റോളം ദം ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂർ വെച്ചതിന് ശേഷം വേണം ഈ ബിരിയാണി സെർവ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ കിഡിലും ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.